So now another topic on VLOOKUP, HLOOKUP, pivot table introduction, pivot table analysis, introductions to slicer, create interactive dashboard, lastly Excel shortcuts അങ്ങനെ അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്, anatomy of Excel shortcuts. One by one പോവാം. ഓക്കെ, ഓരോ കേസ് സ്റ്റഡി വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഞാൻ VLOOKUP, HLOOKUP ഒരൊറ്റ വർക്ക് ബുക്കിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ബുക്ക് എടുത്ത് പറയാൻ കാരണം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വർക്ക് ബുക്കും വർക്ക് ഷീറ്റും രണ്ടും ഡിഫറെന്റ് ആണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത വർക്ക് ബുക്കാണ് അല്ലെങ്കിൽ വർക്ക് ഫയലാണ്. ഷീറ്റ് ഉദ്ദേശിക്കുന്നത് സബ് ആയിട്ട് വരുന്ന ഈ രണ്ട് സംഭവത്തിലാണ്. ഫസ്റ്റ് VLOOKUP ഇട്ടു, നെക്സ്റ്റ് HLOOKUP ഇട്ടു. ഓക്കെ, ഇവിടെ V മീൻസ് വെർട്ടിക്കൽ ലുക്കപ്പ്, H മീൻ ഹോറിസോണ്ടൽ. വെർട്ടിക്കൽ ആയിട്ട് ലുക്കപ്പ് ചെയ്യുന്നതിനാണ് VLOOKUP എന്ന് പറയാം. ചെറിയൊരു കേസ് സ്റ്റഡി. ഞാനൊരു കമ്പനി ജോയിൻ ചെയ്തു, അതായത് ഒരു ജൂനിയർ HR എക്സിക്യൂട്ടീവ് ആയിട്ട്. ഞാൻ എൻ്റെ BBA കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് MBA കഴിഞ്ഞു, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു MNC ജോയിൻ ചെയ്തു. എനിക്ക് വളരെ ബേസ് നോളജ് ഉള്ള എക്സലില്, വലിയ നോളജ് ഇല്ല, കണ്ടിട്ടുണ്ട് ആ ഇന്റർഫേസ് ഒക്കെ, പക്ഷെ ഇൻഡെപ്ത് നോളജ് ഒന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് VLOOKUP എന്താന്നുള്ളത്. അപ്പം HR-ന്റെ വൺ ഓഫ് ദി ടാസ്ക് ആണ് എംപ്ലോയീസിന്റെ ഡാറ്റാബേസ് കീപ്പ് ചെയ്യാന്നുള്ളത്, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡാറ്റ ഞാനിവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. എംപ്ലോയി നെയിം, എംപ്ലോയി നമ്പർ, ഡെസിഗ്നേഷൻ, സ്റ്റേറ്റ്, ഡിപ്പാർട്ട്മെന്റ്. സോ ഓൾമോസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡമ്മി ഡാറ്റാബേസ് 649 റോ ഐറ്റംസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഹെഡിങ്. ഓക്കെ, ഇത്രക്കും ഡാറ്റാബേസ് ഒരു കമ്പനി, ഇത്രയും ആൾക്കാർ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓപ്സ് മാനേജർ, ഒരു മാനേജർ പെട്ടെന്ന് കോൾ ചെയ്തു, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ചോദിച്ചു, അൽഫാൻ എനിക്ക് കുറച്ച് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് വേണം. മൂപ്പർ എനിക്ക് ആകെ തന്നത് എംപ്ലോയി കോഡ് മാത്രമാണ്, റാൻഡം എംപ്ലോയി കോഡ്. റൈറ്റ് സൈഡ് കാണാൻ പറ്റും. ഇതെനിക്ക് മൂപ്പർ ടെക്സ്റ്റ് ചെയ്തു. എനിക്ക് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സെക്കൻഡ് മ്യൂട്ട് ചെയ്യാൻ. സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ഈ എംപ്ലോയി കോഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെന്റും എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തത്, ആദ്യം എനിക്ക് ആ കോൾ ചെയ്തു, മാനേജർ പറഞ്ഞു ഇന്ന ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാം, 1 by 1 ഞാൻ അതിവിടെ ഒരു ഷീറ്റിലിട്ടിട്ട് കോപ്പി ചെയ്യുന്നു, ഈ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു, Ctrl+F. അതുപോലെ തന്നെ ഇവിടെ ഫൈൻഡ്, Ctrl+V പേസ്റ്റ് ചെയ്തു, ആൻഡ് ഫൈൻഡ് ഓൾ അടിക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള കാണിച്ചു തരും, റൈറ്റ്? എന്നിട്ട് ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്യുന്നു, വീണ്ടും ഡെസിഗ്നേഷൻ എടുക്കുന്നു, ഇവിടെ ഇടുന്നു, ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നു, ഇവിടെ ഇടുന്നു, റൈറ്റ്? ഈ സ്റ്റേജ് ഇപ്പൊ ഈ ഒരു കേസിൽ എന്താ, ഇതെനിക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്, ഞാൻ ഈ സ്റ്റേജിൽ എനിക്ക് ഒരു വസ്തു അറിയില്ല VLOOKUP-നെ പറ്റിയിട്ട്, ഒരു ബേസ് നോളജ് മാത്രമേ ഉള്ളൂ എക്സൽ സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച്. അപ്പം ഞാൻ ഇങ്ങനെ 1 by 1 കോപ്പി പേസ്റ്റ് ചെയ്തിടും മാനുവലി. ഇൻ കേസ് ഇതൊരു 6 lakh ഐറ്റംസും ഇതൊരു 100 above, ഐ മീൻ റാൻഡം എംപ്ലോയി കോഡ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് മീൻസ് എനിക്ക് മാനുവലി ചെയ്യണം, അത് അത്രക്കും ടൈം എടുക്കും. പക്ഷെ എന്റെ മാനേജർ വിളിച്ചു പറഞ്ഞത് എനിക്ക് 2 മിനിറ്റ് കൊണ്ട് സാധനം വേണം. ആക്ച്വലി 2 മിനിറ്റും വേണം, സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത് വേർട്ടിക്കലിയാണ്. അപ്പം എനിക്ക് വേർട്ടിക്കലി ഈ ഒരു വാല്യൂ, ഇതിന്റെ അഗെയിൻസ്റ്റ് റിസൾട്ട് കണ്ടുപിടിക്കണം, ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള. അതിനാണ് നമ്മൾ VLOOKUP ഫങ്ഷൻസ് ഉപയോഗിക്കാറ്. ഓക്കെ, അത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇപ്പൊ VLOOKUP ഈവൻ അറിയുന്നവരും അതിൽ 50% അതിന്റെ ലോജിക് അറിയില്ല, അവർക്ക് റിസൾട്ട് കിട്ടും, അതിന്റെ ബാക്കിയുള്ള ലോജിക് തീർക്കും, അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് ആദ്യം ഒരു VLOOKUP ഫംഗ്ഷൻസ് ഓപ്പൺ ചെയ്ത്, ഏതൊരു ഫംഗ്ഷൻസും എക്സൽ സ്റ്റാർട്ട് ചെയ്യാൻ ഈക്വൽ ടു വെച്ചിട്ടാണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഫംഗ്ഷൻസും ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. സോ ഇവിടെ ഈക്വൽ ടു VLOOKUP ടൈപ്പ് ചെയ്തു, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും വന്നു, റൈറ്റ്? അതിന്റെ അകത്ത് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഈ അകത്തുള്ളതിനാണ് നമ്മൾ സിൻഡെക്സ് എന്ന് പറയും. ടെക്നിക്കലി സിൻഡെക്സ് എന്നാണ് ഇതിന് പറയാം, പക്ഷെ ഞാൻ ടെക്നിക്കൽ വേർഡൊക്കെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് സിസ്റ്റം നമുക്ക് ഔട്ട്പുട്ട് റിസൾട്ട് ആയി കിട്ടുള്ളൂ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇവിടെ ഇൻപുട്ട് കൊടുക്കാം, ലോജിക്കലി നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. സോ അതുകൊണ്ട് ഇവിടെ ഓരോ ഇൻപുട്ടും ചോദിക്കുന്നുണ്ട്. ലുക്കപ്പ് വാല്യൂ എന്താണ്, ടേബിൾ അറേ എന്താ, കോളം ഇൻഡെക്സ് നമ്പർ ആൻഡ് റേഞ്ച് ലുക്കപ്പ്. ഈ 4 അഗെയിൻസ്റ്റ് ആയിട്ട് കറക്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഈ 4 എന്താണ് 1 by 1 നമുക്ക് പഠിക്കാം. സോ എനിക്ക് റിസൾട്ട് വേണ്ടത് ഇവിടെ ആണല്ലോ, ഡെസിഗ്നേഷൻ ഫസ്റ്റ്, റൈറ്റ്? ഈക്വൽ ടു VLOOKUP. ഓക്കെ, VLOOKUP ലുക്കപ്പ് വാല്യൂ.
ലുക്കപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് എനിക്ക് മാനേജർ തന്ന അതുണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാനേജർ എന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതാണ് ലുക്കപ്പ് വാല്യൂ. എന്റെ ഫസ്റ്റ് ലിസ്റ്റ് ലുക്കപ്പ് വാല്യൂ. കോമ ടേബിൾ അറേ. ഇവിടാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാം. ടേബിൾ അറേ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അറേ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റേഞ്ചാണ് അറേ പറയാം. അത് സിംഗിൾ സെല്ലല്ല, റേഞ്ച്, സെറ്റ് ഓഫ് റേഞ്ചിനാണ് അറേ പറയാം. പക്ഷെ നമ്മൾ എന്ത് ബേസിലൂടെ റേഞ്ച് സെലക്ട് ചെയ്യാം? റേഞ്ച്, അതായത് ടേബിൾ അറേ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഡാറ്റാബേസിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയാട്ടോ. അതായത് എംപ്ലോയി, ഇവിടെ എനിക്ക് വേണ്ടത് എംപ്ലോയി നമ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെസിഗ്നേഷൻ ആകേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ഡാറ്റാബേസിൽ നിന്നും എംപ്ലോയി നമ്പർ ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. എന്താ വേണ്ട? ഡെസിഗ്നേഷൻ വരെ 1 2 3, അതായത് ഈ ഒരു 3 കോളം സെലക്ട് ചെയ്തു. അതായത് എംപ്ലോയി നമ്പർ തൊട്ടിട്ട് ഡെസിഗ്നേഷൻ വരെ സെലക്ട് ചെയ്തു. അതായത് ഈ ഒരു ടേബിൾ അറിയുന്നു മൂന്നാമത്തെ കോളത്തിലാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്. റൈറ്റ്, ഇവിടെ കാണാം റിസൾട്ട്. കോമ 3. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. ടേബിൾ അറേ കൊടുത്തു, നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ 3 കൊടുത്തു. 3 കൊടുക്കാൻ കാരണം എന്താ? ഈ ടേബിൾ അറിയുന്നു എത്രാമത്തെ കോളത്തിലാണ് റിസൾട്ട് എന്നുള്ളത്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. ഓക്കെ, ഇത് കോളം വൈസ് ആണല്ലോ, അതുകൊണ്ട് കോളം എന്ന് പറയും. ഓക്കെ, കോളം ഇൻഡെക്സ് നമ്പർ 3, കാരണം മൂന്നാമത്തേലാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്. ഡെസ്റ്റിനേഷൻ ഇവിടെ മൂന്നാമത്തെ കോളത്തിലാണ്. 3 ഇട്ടു. കോമ അപ്രോക്സിമേറ്റ് മാച്ച് ഓർ എക്സാക്ട് മാച്ച്. എനിക്ക് എക്സാക്ട് മാച്ച് വേണം. എക്സാക്ട് മാച്ച് ചെയ്തു. ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. വൈസ് പ്രസിഡന്റ് CTM 166. നോക്കാം നമുക്ക് അത് കറക്റ്റ് ആണോ. CTM 166 ആക്ച്വലി നോക്കാം. ഓക്കെ, ഇയാളത് വൈസ് പ്രസിഡന്റാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ താഴത്തേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കാണുന്ന ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ, ഗ്രീൻ ഡോട്ട്, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ 0199 നമുക്ക് നോക്കാം. 0199 ഇവിടെ നോക്കൂ, സീനിയർ ക്വാണ്ടിറ്റി സൂപ്പർവൈസർ. ഇത് ഞാൻ CEO ആക്കാൻ വേണ്ടി CEO എൻ്റർ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെയും CEO ആയി, കാരണം അത് ഫോർമുല ഇന്റർലിങ്ക് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ വാല്യൂ വേർട്ടിക്കലി ലുക്കപ്പ് ചെയ്തു. റൈറ്റ്, അതിനെ വി ലുക്കപ്പ് എന്ന് പറയാം. ഈ ഡിപ്പാർട്ട്മെന്റ് സിമിലർ വേ ഈക്വൽ ടു വി ലുക്കപ്പ്. ലുക്കപ്പ് വാല്യൂ ദിസ് വൺ. കോമ ടേബിൾ അറേ. ഈ കേസിൽ നോക്കൂ, ലുക്കപ്പ്. അപ്പൊ ടേബിൾ അറേ അഗെയിൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട രീതിയാണ്. ലുക്കപ്പ് വാല്യൂന്റെ ആ ഒരു കോളം തൊട്ടിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ഡിപ്പാർട്ട്മെന്റ്, അത് തൊട്ടിട്ട് 1 2 3 4 5, ഡിപ്പാർട്ട്മെന്റ് 5th കോളത്തിലാണല്ലോ. കോമ 5, കോളം ഇൻഡെക്സ് നമ്പർ 5, കോമ എക്സാക്ട് മാച്ച് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അവിടെ ഇത് വന്നു. ജസ്റ്റ് വേണമെങ്കിൽ ക്വിക്കായിട്ടൊന്ന് നിങ്ങളെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു വി ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ ദിസ് വൺ, കോമ ടേബിൾ അറേ. ടേബിൾ അറേ സെലക്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ട്രിക്കാണ്. ലുക്കപ്പ് വാല്യൂ തൊട്ടിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ഡെസിഗ്നേഷൻ ആണ്. അതുകൊണ്ട് എംപ്ലോയി നമ്പർ അത് തൊട്ടിട്ട് ഡെസിഗ്നേഷൻ വരെ 1 2 3. ഞാൻ കൗണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ 3rd കോളത്തിലാണ് ഡെസിഗ്നേഷൻ ഉള്ളത്. കോമ 3, കോമ എക്സാക്ട് മാച്ച്, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. അൽഫാൻ, ഒരു ചോദ്യമുണ്ട്. നമ്മൾ എക്സാക്ട് മാച്ചിന് പകരം നമുക്ക് അവിടെ 0 കൊടുത്തിട്ട് എന്താ റിസൾട്ട് വരിക? എക്സാക്ട് മാച്ചിന് പകരം സെയിം റിസൾട്ട് കിട്ടും. എക്സലിന്റെ ലാംഗ്വേജിൽ 1 ഉദ്ദേശിക്കുന്നത് ട്രൂ, 0 ഉദ്ദേശിക്കുന്നത് ഫാൾസോ ആണ്. ഫാൾസോ ആണ്. മാത്തമാറ്റിക്കലി സെയിം റിസൾട്ട്. യെസ്, സെയിം റിസൾട്ട് തന്നെ കിട്ടാം. ഓക്കെ, 0 കൊടുക്കാം, ഫാൾസും കൊടുക്കാം. ചെയ്തും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി. ഒരു സ്റ്റക്ക് ആവണമെങ്കിൽ ഞാൻ ക്ലാരിഫൈ തരാം. ഒന്നുകൂടെ ഒന്ന് എടുക്കാവോ? അത്
equal to VLOOKUP. Lookup value, first employee T2. code, comma, table array. Table array ഉദ്ദേശിക്കുന്നത് lookup value ന്റെ കോളം തൊട്ടിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ഡെസ്റ്റിനേഷൻ അതുവരെ സെലക്ട് ചെയ്യാം. ഓക്കെ, കോമ എന്തുകൊണ്ടാണ് നമ്മൾ അറിയണോ? നെക്സ്റ്റ് 3 ഇടുന്നത്. 3 എന്തുകൊണ്ടാണ് ഇടുന്നത്? ഡെസ്റ്റിനേഷൻ തേർഡ് കോളത്തിലാണ് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ടേബിൾ അറേയിൽ. 3 കോമ ഒന്നുകിൽ 0 ഇടാം അല്ലെങ്കിൽ എക്സാക്ട് മാച്ച് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ആ 3 മറന്നുപോയി. അതാ യെസ്, 3 ഇടുന്നത് എന്തുകൊണ്ടാണ് അറിയാം? നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിൽ നിന്നും നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷനിലെ തേർഡ് കോളത്തിലാണത്. ഇപ്പം ഈ കേസിലാണെങ്കിൽ 5 വാർഡ് ഉണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റ്, കാരണം ഈ സെലക്ഷൻ ഏരിയ ടേബിൾ ആയിരുന്നു 5th കോളാണ്. 1 2 3 4 5 മനസ്സിലായില്ലേ? കോളം ഇൻഡെക്സ് നമ്പർ എന്തുകൊണ്ട് ആ പേർപ്പസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ചെയ്തപ്പം എനിക്ക് അത് നമ്പർ സൈഡ് എൻ എന്ന് വരുന്നു. നമ്പർ സൈഡ് വിത്ത് എൻ എന്ന് വരുന്നു. നമ്പർ സൈഡോ? നമ്പർ എൻ നോട്ട് ആപ്ലിക്കബിൾ എന്നാ വരുന്നത് എന്റെ ആ കോളത്തിൽ. VLOOKUP I put it VLOOKUP G2, A2 to C2, 3, false. നിങ്ങൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ കാണിച്ചു. ഈക്വൽ ടു VLOOKUP, lookup value, കോമ, ടേബിൾ അറേ. ഞാൻ സെലക്ട് ചെയ്ത് നോക്കൂ, കംപ്ലീറ്റ് ഇത് വിട്ടിട്ട് ഇങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അല്ല ഓക്കെ, നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. യെസ്, ഫസ്റ്റ് കോളം മാത്രം എടുത്തു. അതെ. അപ്പൊ ആ ഏരിയ മാത്രം പിക്ക്, അത് റോങ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു നോക്കൂ, ഈ സെലക്ഷൻ ഏരിയയിൽ ഡെസിഗ്നേഷൻ ഏത് കോളത്തിലാ? തേർഡ് കോളത്തിലാ, റൈറ്റ്? അതുകൊണ്ടാണ് 3 തരുന്നത്. 3 കോമ ഫോൾസ്. കിട്ടുന്നില്ലേ? അതുപോലെ ഇപ്പൊ നമ്മൾ ഇപ്പൊ എംപ്ലോയി നമ്പർ യൂണീക്ക് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. VLOOKUP certain rules ഉണ്ട്. ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ പറ്റില്ല. ആ ഓവർകം ചെയ്യാൻ നമ്മൾ XLOOKUP പറഞ്ഞ സംഭവം വന്നത്. XLOOKUP 360 ഓഫീസ് 365 ഉള്ളത്. ഇപ്പൊ എങ്ങനെ റിമൂവ് ചെയ്യാം? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാണ്ട് ഇവിടെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ പോയിട്ട് നമ്മുടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്, അത് ഒഴിവാക്കിയാൽ മതി. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺസെലക്ട് കൊടുത്തിട്ട് എംപ്ലോയി നമ്പർ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, യുണീക്ക് വാല്യൂ മാത്രമേ ഇവിടെ അപ്പിയർ ചെയ്യുള്ളൂ. എനിക്ക് തോന്നണം ഈ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ഗോയിങ് ഫോർവേഡ് ഒരു ക്ലാസ് തന്നെ വേണ്ടി വരും. ഇതിപ്പോ നമുക്കെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തില്ല നമുക്ക്. കാരണം കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മളെ VLOOKUPും HLOOKUPും നമ്മൾ ബിഹൈൻഡ് ആയിരുന്നു. പ്ലാൻ ചെയ്തല്ലേ? അതാ ഞാൻ പറയുന്നത്. ഇന്നത്തെ സെഷനിൽ ലാസ്റ്റിലേക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് ചെയ്യാം, അധികം നല്ലത്. ഓക്കെ ഷുവർ. ആഫ്റ്റർ പ്രസ്സിംഗ് ആ 3 ഇറ്ററേഷൻ കോമ ഫോൾസ്, അതായത് എക്സാക്ട് മാച്ച് ഓപ്റ്റ് ചെയ്യണം. എന്നിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടാണ്. ഓക്കെ, ഇപ്പോ കാണിച്ചത് VLOOKUP ആണ്, വെർട്ടിക്കൽ ലുക്കപ്പ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് ഹോറിസോണ്ടൽ. HLOOKUP അധികം ആൾക്കാരും യൂസ് ചെയ്യാറില്ല, എന്നിരുന്നാലും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ ഇത്തരം കേസിൽ ഇതിങ്ങനെ എഴുതാന്ന് വിചാരിക്കാം. ഈ സെയിം സംഭവം തന്നെ ഞാൻ ഈ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുപോകുന്നു. കണ്ടില്ലേ? ഈ ഒരു ഹെഡിങ് സ്റ്റൈൽ നോക്കൂ, കംപ്ലീറ്റ്ലി മാറി. ഇനി ഈ ഒരു ഹെഡിങ് സ്റ്റൈൽ എങ്ങനെ മാറ്റാമെന്ന് ചെറിയ ട്രിക്ക് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ കുറച്ച് ഹെഡിങ് എടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ വെർട്ടിക്കലാ. എനിക്ക് ഈ ഹെഡിങ്ങിന്റെ ഹോറിസോണ്ടൽ സ്റ്റൈൽ ആക്കണം. കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. എനിക്ക് ഇവിടെ നിന്നാണ് ഹോറിസോണ്ടൽ സ്റ്റൈൽ വേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് സ്പെഷ്യൽ, ഇവിടെ കാണാം ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ. ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹെഡിങ് ഒക്കെ നോക്കൂ, നേരെ ഓപ്പോസിറ്റ് വന്നു. റൈറ്റ്, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് സ്പെഷ്യൽ ആൻഡ് ട്രാൻസ്പോസ്. ഓക്കെ, അങ്ങനെ ഞാൻ മാനുവലി ഇവിടെ HLOOKUP സെറ്റ് ചെയ്ത് വെച്ചത്.
എക്സാക്ട് മാച്ച് ഇല്ലെങ്കിൽ കോമ 0 ഇട്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിലേക്ക് സിദ്ധാർത്ഥ് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ, നമുക്ക് നോക്കാം എവിടെ ഇത് പറ്റിയെന്നുള്ളത് കവർ ചെയ്തിട്ട്. സോ ഇവിടെ ഇപ്പം ചില കേസിലൊക്കെ ഇപ്പം ഹെഡിങ് സ്റ്റൈൽ വന്ന് നോക്കൂ, വേർട്ടിക്കല റൈറ്റ്. എച്ചിലൊക്കെ ഇപ്പോൾ വന്ന് നോക്കൂ ഈ ഒരു സ്റ്റൈലിൽ. ചില സിറ്റുവേഷൻ ഇങ്ങനെ കിട്ടാറുണ്ട്. അത്തരം കേസിൽ ഇപ്പോൾ ഈ എംപ്ലോയി നമ്പർ ഞാൻ ആ സെയിം സംഭവം ഇട്ടത്, പക്ഷേ ഇതിന്റെ പൊസിഷൻ മാറിയെന്ന് മാത്രം, അലൈൻമെന്റ് മാറി കണ്ടില്ലേ, ഈ ഒരു സ്റ്റൈലിലാണ് പോകുന്നത്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നെയിമും ലൊക്കേഷനും വേണം. സോ ഇതിൽ വി ലുക്കപ്പ് അല്ല എച്ച് ലുക്കപ്പ് വാല്യൂ ദിസ് വൺ കോമ ലുക്കപ്പ് അറേ എങ്ങനെയാ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, കാരണം നെയിമാണ് വേണ്ടത്, അത് നെയിം വരെ സെലക്ട് ചെയ്യുക. കോമ ഇവിടെ കാണാൻ എന്താ കോളം ഇൻഡെക്സ് നമ്പർ അല്ല, റോ ഇൻഡെക്സ് നമ്പറാണ്. കാരണം കോളം ആണ് വെർട്ടിക്കൽ ആയിട്ട് വരാം, കോളം വൈസ് ആണ് ഇത് റോ വൈസ് ആണ് വേണ്ടത്. റോ വൈസ് സെലക്ട് ചെയ്ത് നേരത്തെ കോളം വൈസ് ആണ്. സോ റോ ഇൻഡെക്സ് നമ്പർ എന്താ വരാ 2 ആ വരാം, കാരണം സെക്കൻഡ് കോളത്തിലെ നെയിം ആണല്ലോ. ഇവിടെ നെയിം ആ വേണ്ടത് 2 കോമ എക്സാക്ട് മാച്ച് ക്ലോസ് ദി ബ്രാക്കറ്റ് എൻ്റർ ഇറ്റ്. കറക്റ്റ് കിട്ടും. സിമിലർ ലൊക്കേഷനും ടൈപ്പ് ചെയ്ത് നോക്കും നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി ഞാൻ ചെയ്താൽ ഈക്വൽ ടു എച്ച് ലുക്കപ്പ് വാല്യൂ ദിസ് വൺ കോമ ടേബിൾ അറേ. നമുക്ക് വേണ്ടത് ലുക്കപ്പ് വാല്യൂ ഇട്ടിട്ട് നെയിമാ വേണ്ടത്. സോ ലുക്കപ്പ് വാല്യൂ ഇട്ടിട്ട് നെയിമിന്റെ ആ റോ വരെ സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ റോ ഇൻഡെക്സ് നമ്പർ സെക്കൻഡ് റോയിലാണുള്ളത് നെയിം, അതുകൊണ്ട് സെക്കൻഡ് കോമ എക്സാക്ട് മാച്ച് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഡ്രാഗ് ചെയ്യുന്നു. ലൊക്കേഷൻ അതുപോലെ ഈക്വൽ ടു എച്ച് ലുക്കപ്പ് വാല്യൂ ദിസ് വൺ കോമ ടേബിൾ ആരെന്താ നമുക്ക് ലൊക്കേഷനാണ് വേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് തേർഡ് വരെ സെലക്ട് ചെയ്തോളൂ, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ 3 കോമ എക്സാക്ട് മാച്ച് ഹൈദരാബാദ്. വി ലുക്കപ്പ് ലോജിക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എച്ച് ലുക്കപ്പ് കിട്ടും. ആകെ ഡിഫറൻസ് ഉള്ളത് കോളം ഇൻഡെക്സ് നമ്പർ, ഇതെന്താ റോ ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. ഇതിന്റെ റോ ഇൻഡെക്സ് ഏതായിരുന്നു? റോ ഇൻഡെക്സ് നമ്പർ നെയിം ആണെങ്കിൽ സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് 2, ലൊക്കേഷൻ ആണെങ്കിൽ 3. ഓക്കെ ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ക്ലോസ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് എക്സലിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മാനേജർ ലെവൽ ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് പിവോട്ട് ടേബിൾ. അതൊക്കെ ഒരു പവർഫുൾ ടൂളാണെന്ന് പറയാം പിവോട്ട് ടേബിൾ. ഇനി ബാക്കി നമ്മളെ സെഷൻ പിവോട്ട് ടേബിൾ എന്നാ എൻഡ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് അറിയേണ്ടത് എന്ത്, ഇതിൽ ആദ്യമായിട്ടാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത് ആരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിലിടും. കേട്ടിട്ടുണ്ട്, ഇതുവരെക്കും യൂസ് ചെയ്തിട്ടില്ല. അവർ മാത്രം ഒന്ന് പറയും ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഫസ്റ്റ് ടൈം. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയ ഇതിൽ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാലല്ലേ മീഡിയം ലെവലൊക്കെ. നമുക്ക് ആദ്യം പിവോട്ട് ടേബിളിന് മുന്നേ ആയിട്ട് ചെറിയൊരു കേസ് സ്റ്റഡിയിൽ ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് ആൾക്കാരുണ്ട് ഫസ്റ്റ് ടൈം. ഏതായാലും ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവുന്നത് തീർച്ചയായിട്ടും. സോ ഇത് സെറ്റ് ഓഫ് ഡാറ്റ ആണ്, വളരെ ചെറിയ ഡാറ്റ. സെയിൽസ് റെപ്പ് നെയിം, ജിയോഗ്രഫി, പ്രൊഡക്റ്റ് ആൻഡ് റവന്യൂ. ഇത് അതുപോലെ തന്നെ ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ടീം ലീഡ് പറഞ്ഞു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് എനിക്കൊരു എന്താ പറയാ ഷീറ്റിലാക്കി തരാൻ. അതായത് ഈ സ്റ്റൈലിൽ പ്രൊഡക്റ്റ് വൈസും അതേമാതിരി തന്നെ ജോഗ്രഫി വൈസും എത്ര സെയിൽ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഓരോന്ന് ടൈപ്പ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തു, ഡിസൈൻ ചെയ്ത് വെച്ചു, ഇവിടെ ബോർഡർ ഒക്കെ കൊടുത്തു. ഈ 537 എങ്ങനെ കിട്ടി? ഏഷ്യയിൽ മാത്രം ഹാർഡ്വെയർ എത്ര ഓടണം. അപ്പം ഏഷ്യയിൽ മാത്രം ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും ഏഷ്യ, യെസ് ഏഷ്യ 1, 2, 3, 4 ഒരു 4 ഏഷ്യ ഉണ്ട് ഇവിടെ, റൈറ്റ്? അതിനകത്തുള്ള ഹാർഡ്വെയർ മാത്രം നോക്കാം. ഇവിടെ ഹാർഡ്വെയറിൽ ഇതാണ്, ഇതൊന്നും 537 ഇത് മാത്രം.
അങ്ങനെ ഓരോന്ന് 1 by 1 കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് എടുക്കാൻ കുറച്ച് ടൈം ആയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിന് പുറമെ ഏറ്റവും കൂടുതൽ ഈ കാൽക്കുലേഷൻ ടൈമാണ് അല്ലെ. ഓസ്ട്രേലിയയിൽ മാത്രം ഹാർഡ്വെയർ എത്ര, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രം എത്ര, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഡാറ്റ കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇത് ചെറിയൊരു ഡാറ്റ, ഓൾമോസ്റ്റ് 15 റോസ് ഇൻക്ലൂഡിങ് ഹെഡിങ്സ്. ഇതൊരു 150 റോസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വലിയൊരു ഡാറ്റാബേസ് നമുക്ക് അങ്ങനെ കിട്ടും. അതിനാണ് നമുക്ക് പിവോട്ട് ടേബിൾ പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. പവർഫുൾ ടൂളാണ് ആക്ച്വലി പിവോട്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, പിവോട്ടിന്റെ മീനിങ് എന്താ? സെന്റർ പോയിന്റ് എന്നാണ്. അതായത് വലിയൊരു ഡാറ്റാബേസ് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് സെന്റർ പോയിന്റിലേക്ക് എത്തിക്കുന്നതിനാണ്. ഇതൊക്കെ ഒരു ചെറിയൊരു ചുരുക്കിയ സെന്റർ പോയിന്റിലേക്ക് എത്തിച്ചു. അത് തന്നെയാണ് പിവോട്ട് ടേബിൾ നടത്തുന്നത്. ഇതിപ്പോ മാനുവലി ഞാൻ ചെയ്തതാക്കും. ഇനി ഞാൻ പിവോട്ട് ടേബിൾ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നു. നമുക്ക് ഏത് ലെവലിലും അങ്ങനെ ആക്കാൻ പറ്റും. ഹാർഡ്വെയർ ഇങ്ങോട്ട് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ എത്ര കൗണ്ട് ഉണ്ട് അറിയാൻ പറ്റും. ഇത് സെയിൽസിന്റെ റവന്യൂ മാത്രം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാം. ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് മാത്രമാണ്. നെക്സ്റ്റ് അനാലിസിസ് വേറെ ഷീറ്റ് വരുന്നുണ്ട്, പിന്നെ നെക്സ്റ്റ് ലെവൽ വരുന്നുണ്ട്. നമുക്ക് മൂന്നും നോക്കാം. ആദ്യം ഇതിൽ കൂടെ തന്നെ ഞാൻ കാണിച്ചത് അതിന്റെ ബേസ്. സോ പിവോട്ട് ടേബിളിലെ ആദ്യത്തെ 2 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിങ് എംപ്റ്റി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എംപ്റ്റി അല്ല ഇവിടെ. അതുമല്ല ഒരു സെല്ലും മെർജ് ചെയ്യാൻ പറ്റില്ല. രണ്ടും കൂടി സിംഗിൾ സെല്ലും മെർജ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ഡിഫറൻസ് അല്ല. ഇതിങ്ങനെ പോയിട്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹോമിൽ പോയിട്ട് മെർജൻ സെന്റർ ഉണ്ട്, ഒരു കോമൺ സിംഗിൾ സെല്ലായത്, അതും പറ്റില്ല. ആ 2 റൂള് നമ്മൾ ഫോളോ ചെയ്യണം പിവോട്ട് ടേബിൾ, അല്ലെങ്കിൽ പിവോട്ട് ടേബിൾ വർക്ക് ആവില്ല. ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ചെയ്തു പോകും. ഓക്കെ, പിവോട്ട് ടേബിളിന്റെ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറയാണ്. ഈ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിൽ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യാം. ഗോ ടു ഇൻസേർട്ട്. ഇപ്പൊ ആരും ചെയ്യേണ്ടോ, ഇത് ആദ്യം നോട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇത് ടേബിളിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഈ ടേബിളിന് വേണമെങ്കിൽ ഒരു പേരും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ കാനഡ. ഓക്കെ, കാനഡ കൊടുത്തു. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുമ്പോൾ കാനഡ. ഇനി ഇത് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ടേബിളിന്റെ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തതാ. റൈറ്റ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ, താഴത്തേക്ക് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപകരിക്കും. ലൈക്ക് ടേബിൾ എന്താണെന്നുള്ള ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞതല്ല. ലാസ്റ്റ് നോക്കൂ ഈ ഒരു ഓപ്ഷനൊക്കെ ആ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ശേഷം ഇൻസെർട്ടിൽ പോയിട്ട് തന്നെ ഈ ടേബിൾ തൊട്ടിപ്പുറം തന്നെ പിവോട്ട് ടേബിൾ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു വിൻഡോ വരും, പിവോട്ട് ടേബിൾ ഫ്രം റേഞ്ച് ടേബിൾ. അതായത് നമ്മുടെ എവിടെ നിന്നാണ് ഈ ഡാറ്റ പിക്കപ്പ് ചെയ്യേണ്ടത് പിവോട്ട് ടേബിളിൽ കൺവേർട്ട് ചെയ്യാന്നുള്ളത്. ആക്ച്വലി ഈ ഡാറ്റ പിക്കപ്പ് ഓട്ടോമാറ്റിക്കലി പിക്കപ്പ് ചെയ്ത് വന്നു. ഇവിടെ കാണാൻ കാനഡയിലുള്ള ടേബിളാണ് പിക്കപ്പ് ചെയ്ത് വന്നത്. റൈറ്റ്, ഇനി നമ്മൾ ചോദിക്കും ചൂസ് വേർ യു വാണ്ട് ദ പിവോട്ട് ടേബിൾ ടു ബി പ്ലേസ്ഡ്. എവിടെയാണ് പിവോട്ട് ടേബിൾ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഈ ഒരു എക്സിസ്റ്റിംഗ് ഷീറ്റ് തന്നെ വേണോ, അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റിൽ വേണോ, വർക്ക് ഷീറ്റിൽ വേണോ എന്നുള്ളത്. വർക്ക് ബുക്ക് അല്ല, വർക്ക് ഷീറ്റ്. ഈ ഒരു വർക്ക് ബുക്കില്ല, പുതിയ ഷീറ്റിലേക്ക്. അപ്പം എക്സൽ എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ന്യൂ വർക്ക് ഷീറ്റാണ്. കാരണം എന്താ, നമ്മൾ ഈ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഒറിജിനൽ ഡാറ്റാബേസും നമ്മുടെ റിസൾട്ടും കൂടി കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ന്യൂ വർക്ക് ഷീറ്റ് ആണ്. ഓക്കെ, ന്യൂ വർക്ക് ഷീറ്റ്. അതിനുശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ പ്രസ് ചെയ്യുന്ന ഇവിടെ താഴത്ത് നോക്കണേ, ഡാറ്റ എന്നുണ്ട്, സമ്മറി എന്നുള്ള കുറച്ച് മുന്നേ ഞാൻ കാണിച്ച മാനുവലി പ്രിപ്പയർ ചെയ്ത ആ ഒരു ഷീറ്റും കാണിക്കുന്നുണ്ട്. റൈറ്റ്, സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്ട്രാ ഷീറ്റ് ഇവിടെ വന്നു, ഷീറ്റ് 1 എന്നുള്ള പഴയ ഷീറ്റ് ഡാറ്റാബേസ് ഇവിടെ തന്നെ ഉണ്ട്. ഡാറ്റ ഇവിടെ കാണും, സമ്മറി ഇവിടെ മറ്റേ ഷീറ്റ് കൊടുത്ത്. ഇനി ഇവിടാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫൈ ചെയ്തിട്ട് അതുപോലെ സമ്മറൈസ് ചെയ്തിട്ട് സെൻട്രൽ പോയിന്റിലേക്ക് എത്തിക്കാം. ഇതാണ് സെൻട്രൽ പോയിന്റ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഡാറ്റ സെക്കൻഡ്സിന്റെ ഉള്ളിൽ. സോ ഈ ഒരു ടെംപ്ലേറ്റ് കിട്ടി. ആക്ച്വലി നിങ്ങളുടെ ഷീറ്റിൽ കാണുന്ന ടെംപ്ലേറ്റ് ഇതായിരിക്കില്ല. ഇത് ഞാൻ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് കിട്ടാൻ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ സിസ്റ്റത്തിൽ കാണാം. ഇത് ക്ലാസിക് മോഡിലേക്ക് മാറ്റണം. അതിന്റെ റീസണും പറഞ്ഞുതരാം. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ്, ഡിസ്പ്ലേ, ക്ലാസിക് പിവോട്ട്. ഇപ്പം ഇവിടെ ഒരു ടെംപ്ലേറ്റ് വന്നു. റൈറ്റ്, ഇത് ആക്ച്വലി ഇവിടെ കാണാം, ഇതൊരു ടെംപ്ലേറ്റ് അല്ലേ. റൈറ്റ്, ഞാൻ പ്രിപ്പയർ ചെയ്ത ടെംപ്ലേറ്റ്, മാനുവലി പ്രിപ്പയർ ചെയ്ത ടെംപ്ലേറ്റാ. ഇത് ആക്ച്വലി എന്താ അല്ലെ, ഇത് നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത്. ഈ സെക്ഷൻ എന്താ പറയാ, ഇത് കോളം. റൈറ്റ്, ഇത് കോളം ആണല്ലോ. ഈ ഒരു FABCDF കംപ്ലീറ്റ് എന്താ കോളം വൈസ് ആണ്. പക്ഷെ ഈ കോളം വൈസിലുള്ള ഡാറ്റ ഇവിടെ കാണാൻ പറ്റും. ഹാർഡ്വെയർ, സർവീസ്, സോഫ്റ്റ്വെയർ. ഇനി ഞാൻ ഹാർഡ്വെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കും, ജിന്റെ മുകളിലാണ് അവിടെ ആ ഒരു പ്രിവ്യൂ കാണുന്നത്. സർവീസ് കണ്ടില്ലേ, ഇതൊക്കെ കോളം വൈസ് ആണ്.
റോ എന്താണ് ആക്ച്വലി നമ്പർ വൈസ് ആണ്. ഇപ്പൊ ഏഷ്യ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടില്ല 7, 8, യൂറോപ്പ്, US, കണ്ടില്ല 8, 9 പോകുന്നത്. ഇതൊക്കെ എന്താ റോ, ഇതൊക്കെ എന്താണ് കോളംസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇത് കോളംസും ഇത് റോസും. ഇതൊക്കെ എന്താ വാല്യൂസും അല്ലെ. അതിനുള്ള വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് അതിലാണ്. ഇത് വാല്യൂസ്. 3 സെക്ഷൻ നമുക്ക് പഠിച്ചു. ഈ സെയിം ടെംപ്ലേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഷീറ്റ് 1 നോക്കിയപ്പോൾ ഡ്രോപ്പ് റോ ഫീൽഡ്, ഇത് റോ വൈസ് ഫീൽഡ് ആണ്. ഇതെന്താണ് കോളം വൈസ് ആണ്. ഇത് വാല്യൂ ആണ്. മുകളിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 3 നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ചോദിക്കും, ഓക്കെ ഇത് ഞാൻ സെറ്റ് ചെയ്തതായാലും വന്നിട്ടില്ലല്ലോ, ഐ മീൻ ഈ ഒരു ഹെഡിങ് ഒക്കെ എങ്ങനെ വരാം? ഈ റൈറ്റ് സൈഡ് ഇത് ആക്ച്വലി ടെംപ്ലേറ്റ്, ഇപ്പൊ നമുക്കറിയാം ടെംപ്ലേറ്റ് ആണുള്ളത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന പ്യൂട്ടബിൾ ഫീൽഡ് ഉണ്ടല്ലോ, ഈ ഫീൽഡ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നതാ ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണ്. സെയിൽസ് റെപ്പ് നെയിം, ജിയോഗ്രഫി, പ്രൊഡക്റ്റ് റെവന്യൂ. ഇവിടുന്ന് ഈ ഡാറ്റന്റെ ഹെഡിങ് ഇങ്ങോട്ടൊക്കെ തന്നെ സെയിം മോഡൽ തന്നെ ഇവിടത്തേക്ക് പോകുന്നു. റൈറ്റ്, സെയിം മോഡൽ. ആക്ച്വലി ഇത് ഹെഡിങ് മാത്രമല്ല, വലിയൊരു ഡാറ്റാബേസ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് കാണുന്നത് എന്താ ഈ ഒരു ഫീൽഡ് തന്നെ കാണിക്കുന്നത്. ഫിൽട്ടർ ഏറ്റവും മുകളിലുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഇനി പറഞ്ഞത് കോളം ഞാൻ പറഞ്ഞു എന്താന്നുള്ളത്. റോ ഇതാണ്, വാല്യൂ ഇതാണ്. ഇനി എനിക്ക് ഇതേപോലെ ഫോർ എക്സാമ്പിൾ സമ്മറി കാണുന്ന ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, US അല്ലെ. ഇവിടെ കാണുന്ന ഏഷ്യ, യൂറോപ്പ്, അത് സംഭവം എന്താണ്? ഇവിടെ കാണുന്നത് ജിയോഗ്രഫിയാണ്. അത് ആക്ച്വലി ഇവിടെ പ്ലേസ് ചെയ്തത് റോ വൈസിലാണ് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, ജിയോഗ്രഫി എടുക്കുന്നു. ഞാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ, ഇതൊരു വലിയൊരു ഡാറ്റാബേസ്, ഒരു ബ്രിക്സുമായുള്ള സംഭവം, ഒരു വലിയൊരു ഡാറ്റാബേസ് ഉപയോഗിക്കാം. എനിക്ക് റോ വൈസിലാണ് വേണ്ടത്, ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഓർഡറിൽ വന്നു ഏഷ്യ, ഓസ്ട്രേലിയ, US കണ്ടില്ലേ. ഞാൻ മാനുവൽ സെറ്റ് ചെയ്ത പോലെ തന്നെ അതിന്റെ ഹെഡിങ് എടുക്കുമ്പോൾ ജിയോഗ്രഫി. ഇനി എനിക്ക് ഇവിടെ വേണ്ടത് എന്താണ്? പ്രൊഡക്ട്സ്, റൈറ്റ്. പ്രൊഡക്റ്റ് എടുക്കുന്നു. ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഡാറ്റാബേസ് ഇതേപോലെ തന്നെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. അതല്ലെങ്കിലോ ഈ ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഈ പ്രൊഡക്ട്സ് എന്നുള്ള ഈ കോളം വൈസ് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ഈ കോളം വൈസിലേക്ക് ഇട്ടാൽ മതി. കണ്ടില്ലേ, ആ ബോക്സിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ റോസും വന്നു, റോസിൽ ഡാറ്റ വന്നു, കോളത്തിൽ ആ പ്രൊഡക്റ്റ് വന്നു. റൈറ്റ്, രണ്ടിലും ഡാറ്റ വന്നു. ഇനി ഇവിടെ എന്താ വേണ്ടത്? നമ്മുടെ ടോട്ടൽ സെയിൽസ് ആണ് വേണ്ടത്. റവന്യൂ എത്ര വന്നു സെഗ്രിഗേറ്റ് ചെയ്യണം. റവന്യൂ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇതൊരു വാല്യൂ സെക്ഷൻ ആണല്ലോ. റവന്യൂ എടുക്കുന്നു, ഞാൻ ഇതിൽ വാല്യൂയിലേക്ക് ഇടുന്നു, ഓട്ടോമാറ്റിക്കലിയുടെ കാൽക്കുലേറ്റ് ചെയ്ത് തോന്നുന്നു. ഇനി നിങ്ങൾ ഇങ്ങനെയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിത് പ്രസന്റ് ചെയ്ത് കൊടുത്തു മാനേജർ പറയും എനിക്ക് ഇങ്ങനെ ഒരു അൽഫാൻ വേണ്ടത്. എല്ലാം ഈ ഹാർഡ്വെയറും സർവീസും സോഫ്റ്റ്വെയറും എനിക്ക് എല്ലാം കൂടി റോ വൈസിൽ വേണം. ഞാൻ എന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതെടുത്ത് എന്താക്കുന്നു, ഇവിടുന്ന് എടുത്തിട്ട് കോളത്തിൽ നിന്ന് എടുത്തിട്ട് റോസിലേക്ക് ഇടുന്നു. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എടുത്ത് ഏഷ്യയിൽ മാത്രം ഇത്ര വിറ്റു, ഓസ്ട്രേലിയ ഇത്ര വിറ്റു. നമുക്ക് ഇത് നേരെ ഓപ്പോസിറ്റ് ഇടാം, മുകളിൽ കയറ്റി കൊടുത്താൽ മതി, നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നു. നമുക്ക് ഏത് രീതിയിലും അത് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇനി എത്ര ആള് വിറ്റ് എന്ന് അറിയണം, അതായത് ഓരോ പ്രോഡക്റ്റും എത്ര ആൾക്കാർ ഇന്ന ജോബിൽ വിറ്റ് എന്ന് അറിയണം, എത്ര സെയിൽ കൗണ്ട് അറിയണം, സെയിൽസിന്റെ കൗണ്ട്. സോ ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്യുന്നതല്ല, പ്രൊഡക്റ്റ് എടുക്കുന്നു, വീണ്ടും റോസിലിടുന്നു, ജോഗ്രഫി എടുക്കുന്നു, കോളത്തിലിടുന്നു, സെയിൽസ് റെപ്പ് എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു. ഇത്ര ആൾ ടോട്ടൽ 14 എംപ്ലോയീസ് ഉള്ളത്. നമുക്ക് നോക്കാം 14 എംപ്ലോയീസ് ആണ് മൊത്തം. 14 ട്രാൻസാക്ഷൻ ആണ് മൊത്തം ഉള്ളത്. റൈറ്റ്, സോ 14 ട്രാൻസാക്ഷൻ ഇവിടെ വന്നു. ഓരോ ട്രാൻസാക്ഷന് എത്രമാത്രം സെയിൽ കൗണ്ട് അവിടെ കാണിച്ചത് ആക്ച്വലി. ഇനി അഥവാ ഞാൻ അൺടിക്ക് ചെയ്യണം, ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. ഈ ടെംപ്ലേറ്റിലേക്ക് വന്നു. ഈ ടെംപ്ലേറ്റ് എന്താ, ജസ്റ്റ് ഒരു സെന്റർ പോയിന്റ് ആണ്. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഡാറ്റ എന്താക്കാം, മാറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ അറിയണം എന്തിനാണ് ഡാറ്റ അവിടെ ഇടുന്നില്ല, അല്ലാണ്ട് ചുമ്മാ മാറ്റി കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും ബേസ് ലെവലോട്ട് ഒരു കേസ് സ്റ്റഡി പറഞ്ഞു തന്നത്. അപ്പൊ ഈ 3 നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എന്താ ഫിൽറ്റർ എന്ന് ചോദിക്കും. മനസ്സിലായതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ അറിയുമെന്ന് അറിയാം, പക്ഷെ എന്നാലും നെക്സ്റ്റ് ചോദിക്കുകയാണ്. നെക്സ്റ്റ് സെയിൽസ് റെപ്പ് എന്നുള്ള ഒരു ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി പോകാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജോഗ്രഫി എടുത്തിട്ട് കോളത്തിലേക്ക് ഇടുന്നു, പ്രൊഡക്റ്റ് എടുത്ത് റോസിലേക്ക് ഇടുന്നു, റവന്യൂ എടുത്ത് ഇതിലേക്ക് ഇടുന്നു. ഈ സെയിൽസ് റെപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുവരെ എടുക്കാത്ത ഈ ഒരു ഫിൽറ്ററിലേക്ക് ഇടുന്നു. ഒന്നെങ്കിൽ ഇത് വലിച്ചിട്ട് ഇതിലേക്ക് ഇടാം, അതല്ലെങ്കിൽ ഇതിലേക്ക് ഇടാം, ഏതിലും പിന്നെ അതിലേക്ക് ഇടുന്നു. ഇനി ഞാൻ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു, അർജുൻ ഓപ്റ്റ് ചെയ്തു, ഓക്കെ, അത് മാത്രം വന്നു. ബോഗ് ഓക്കെ. ഇനി വേണ്ട, മൾട്ടിപ്ലൈ സെലക്ട് ചെയ്യണം. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ്, അർജുനും മാർത്തി മാത്രം, ഓക്കെ, അത് മാത്രം ജനറേറ്റ് ചെയ്ത് വന്നു. ഇപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഇന്നലെ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ചോദിക്കാട്ടോ. ഇതുവരെ ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിന്റെ ബേസ് മനസ്സിലായി എന്താന്നുള്ളത്?
അൽത്താഫ് അങ്ങനെ ചോദിച്ചാൽ ഒന്ന് ക്വിക്ക് എടുക്കാൻ പറയും ഞാൻ. എങ്ങനെ? അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്വിക്ക് ആയിട്ട് എടുക്കാൻ പറയും. അല്ലല്ല, നോ ഇഷ്യൂ. അല്ല, നിങ്ങള് ഇതിന്റെ ജസ്റ്റ് ഒരു ഇതിന്റെ പേർപ്പസ് മനസ്സിലായി, അത് അറിഞ്ഞാൽ മതി. പിന്നെ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. അപ്പൊ ഇത് ചെറിയൊരു ഡാറ്റ ഞാൻ തന്നു, ചെറിയൊരു ഡാറ്റാബേസ് മാത്രമേ ഞാൻ തന്നു കിട്ടും. അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒരുമിച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്തയിലേക്ക് ഈ അനലൈസേഷൻ സ്റ്റേജിലേക്ക് കിടക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യാം. ആദ്യം എന്താക്കാം, ടേബിളൊക്കെ കൺവേർട്ട് ചെയ്യുക, ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുക, ശേഷം ഗോ ടു ഇൻസേർട്ട്, ക്ലിക്ക് ഓൺ ദിസ് ടേബിൾ. അപ്പൊ ഇത് ടേബിളിലേക്ക് കൺവേർട്ട് ആവും. അതിനുശേഷമാണ് നമ്മൾ പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പിവോട്ട് ടേബിൾ ഓപ്ഷൻ വന്നു, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ ടേബിൾ റേഞ്ച്, ഈ റേഞ്ചിന്റെ പേര് വന്നു. ഇനി എക്സിസ്റ്റിംഗ് ന്യൂ വർക്ക്ഷീറ്റ് തന്നെയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് കിട്ടണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് എടുക്കുക, ഡിസ്പ്ലേ ക്ലാസിക് പിവോട്ട് ടേബിൾ. ഞാൻ എന്തുകൊണ്ട് ഈ ടെംപ്ലേറ്റ് എടുക്കാൻ കാരണം എന്നറിയും. ഇപ്പൊ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. നമുക്ക് അറിയുന്നില്ല ടേബിൾ റോ എന്താണ്, കോളംസ് എന്താണ്, വാല്യൂ എന്താണ്, ഫിൽട്ടർ ഫീൽഡ് ഒന്നും അറിയുന്നില്ല. അതുമല്ല, ഞാനിപ്പോൾ വലിച്ചിടുമ്പോൾ നോക്കി അത് ബ്ലോക്ക് ചെയ്യും, കണ്ടില്ലേ? ഇത് ആക്ച്വലി എക്സൽ ബൈ ഡീഫോൾട്ട് ആയി തന്നെ ഒരു ടെംപ്ലേറ്റ് ആണ്. നമുക്കത് മാനുവലി നമ്മൾ ചേഞ്ച് ചെയ്യണം. പിവോട്ട് ടേബിൾ ഓപ്ഷൻസിൽ പോയിട്ട് ഡിസ്പ്ലേ ആൻഡ് ക്ലാസിക് പിവോട്ട് ടേബിൾ ആക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഡാറ്റ റാൻഡംലി ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടോ, കിട്ടുന്നുണ്ടോ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് പ്ലീസ്. എസ്പെഷ്യലി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇതിനെ കുറിച്ചിട്ട് വലിയൊരു ധാരണ ഇല്ലാത്തവരും. ടേബിൾ റേഞ്ച് എത്രയാണ് വരുന്നത്? എങ്ങനെയാണ്, എന്താ വിഷയം മനസ്സിലായില്ല? നമ്മളെ പിവറ്റ് ടേബിൾ എടുത്തു കഴിഞ്ഞപ്പം ഫ്രം ടേബിൾ റേഞ്ച് അതിനകത്ത് ഒരു ഇത് ഓപ്പൺ ആയപ്പം ന്യൂ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞോ, യു ഹാവ് ടു ക്ലിക്ക്. അതെ, ന്യൂ വർക്ക്ഷീറ്റ് സംഭവം വരും. ഇൻസേർട്ട് ടേബിൾ, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ നിങ്ങൾ, റൈറ്റ്? അതിൽ ന്യൂ വർക്ക്ഷീറ്റ് ഓപ്റ്റ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്താൽ മതി. അപ്പം ഇതിലേക്ക് ഡാറ്റ വരും, ആ ടെംപ്ലേറ്റ് എടുക്കും. കിട്ടില്ലേ? ഓക്കെ. ഡേറ്റ സോഴ്സ് റെഫറൻസ് നോട്ട് വാലിഡ് എന്നാണ് കാണിക്കുന്നത്. റെഫറൻസ് നോട്ട് വാലിഡ്. അതായത് നിങ്ങൾ ഞാൻ തന്ന ഷീറ്റ് അല്ലേ ഓപ്റ്റ് ചെയ്ത, റൈറ്റ്? അത് ടേബിളിലേക്ക് അത് പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്തപ്പം ഫ്രം ടേബിൾ റേഞ്ച് എടുത്തു. ഒറ്റ സെക്കൻഡ്, നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുന്ന മുന്നേ ഇതിൽ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്താണോ ക്ലിക്ക് ചെയ്തത്? അല്ല, ഇതിൽ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് പിവോട്ട് ടേബിൾ ഓപ്റ്റ് ചെയ്തു. എന്നാലും സെലക്ട് ഓക്കെ പ്രസ് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായത്, അത് മനസ്സിലായി. ലേണിംഗിന്റെ പാർട്ടല്ല, നോ ഇഷ്യൂ. ഓക്കെ, ഗോഡ്. ഇനി ഇത് മാറ്റുന്നത് എങ്ങനെയാണ്? ഏത് മാറ്റുന്നത്? അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഈ എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് ഉണ്ടാവും, കണ്ടോ? അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും. ക്ലാസിക് പിവോട്ട്, ക്ലാസിക്കിലേക്ക് പോവുക. അത് ഓക്കെ പ്രസ് ചെയ്താൽ ഓക്കെ കേട്ടോ. എനിക്കിപ്പോ വന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അൽത്താഫ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ മറ്റേ ക്ലാസിക് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നത്. അതെ. അപ്പൊ അത് എങ്ങനെ മാറ്റുന്നത്? അത് ഫിക്സഡ് ആക്കി വെക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റാം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാ മാറ്റുന്നത്? അത് ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് എടുത്തല്ലോ, ഡിസ്പ്ലേ ഇവിടെ കാണാം ക്ലാസിക് പിവോട്ട് ടേബിൾ. ജസ്റ്റ് ടിക്ക് ചെയ്തിന്റെ ക്ലാസിക്കിലേക്ക് മാറും, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്തിന്റെ പഴയതിലേക്ക് മാറും, ഇതേ സ്റ്റൈലിലേക്ക് ആവും. ടിക്ക് ചെയ്യണോ? അല്ല, എനിക്ക് ഞാനെന്തല്ല ഇപ്പൊ ഫയലിൽ പോണോ, എവിടെ പോണോ? അത് സോറി, എനിക്ക് ഇതിനെ പറ്റി ഹോമാണോ? അല്ലല്ല, ഫയലല്ല, ഐ മീൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് ഇത് കാണുന്നുണ്ടല്ലോ. ഈ സ്ക്രീൻ കിട്ടിയോ? കിട്ടി. ഡിസ്പ്ലേ ക്ലാസിക് വ്യൂ, ക്ലാസിക് പിവോട്ട് ടേബിൾ. ഗോട്ട് ഇറ്റ്. ഇനി കിട്ടി. ഇനി ഡ്രാഗ് ചെയ്ത് ഇട്ടു. നേരത്തെ ചാറ്റ് ബോക്സിലിട്ട് ഫസ്റ്റ് ടൈം ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യണമെങ്കിൽ പറയണേ. നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് പുട്ടപ്പ് ചെയ്യാം. നോക്കിയോ, കറക്റ്റ്. പക്ഷേ ഏതിലേക്ക് ഇടുമ്പോ നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റിൽ വേണം റോ ഏതാണ്, കോളം എന്താണ്, വാല്യൂ എന്താന്നുള്ളത്. അപ്പൊ അതിലിടാൻ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ, റൈറ്റ്? കിട്ടി. ഈ ഒരു ബേസ്
ക്ലിയർ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. പിവോട്ട് ടേബിൾ അനാലിസിസ് ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ചും കൂടിയും ഒരു വലിയൊരു ഡാറ്റ സെറ്റ് ആണ്. ഓൾമോസ്റ്റ് 1000 ലൈൻ ഐറ്റംസ് ഉണ്ട്, 1000 റോ ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരു കോളം കൂടി അഡീഷണലി ആഡ് ചെയ്തു, ഡേറ്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആട്ടോ. നമുക്ക് നോക്കാം ഇതിന്റെ പേർപ്പസ്, ഡേറ്റിന്റെ പേർപ്പസ് എന്താ നോക്കാം. ഇതും സിമിലർ വേ ഞാൻ ഇതിലേക്ക് മാറ്റുന്നു. ആദ്യം ഇത് കാണിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമ്മുടെ പിവോട്ട് ടേബിളിലേക്ക് മാറ്റുന്നു. ടേബിൾ എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻസേർട്ട് പിവോട്ട് ടേബിൾ ആൻഡ് ഓക്കെ. ഈ ടെംപ്ലേറ്റിലേക്ക് വന്നു. ആ റെസ്പെക്റ്റീവ് ഹെഡിങ് ഇവിടെ കാണിച്ചു. സോ ഇവിടെ ഞാനിപ്പോ നേരത്തെ കാണിച്ച പോലെ തന്നെ ജിയോഗ്രഫി എടുത്തു, റോസിലേക്ക് ഇട്ടു, പ്രൊഡക്റ്റ് എടുത്തു, ഇതിലിട്ടു, റവന്യൂ എടുത്തിട്ട് നമുക്ക് ഏത് രീതി നമുക്ക് ചെയ്യാലോ. പക്ഷെ എനിക്ക് വേണ്ടത് ഇപ്പൊ ഡേറ്റ് മാത്രം ഇവിടെ കാണിച്ചത്, ഡേറ്റ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നു. എനിക്കത് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാർട്ടർ വൈസോ അല്ലെങ്കിൽ മന്തും ഇയറും മാത്രമോ അല്ലെങ്കിൽ മന്ത് മാത്രമോ, അത് മാത്രം മതി. ഐ മീൻ ഡേറ്റ് ഇങ്ങനെ കാണിക്കണ്ട. ഞാൻ ഡേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഡേറ്റ് ഇങ്ങനെ കാണിച്ചു. ഇത് ആക്ച്വലി എനിക്ക് ഇത്രയും വലിയൊരു ലെങ്ത് ഇതിങ്ങനെ കാണുന്നുണ്ട്. മാനേജർ ഇപ്പോൾ ഒരു 1000 ലൈനേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് സെന്റർ പോയിന്റ് തോന്നുന്നില്ല. ഫുള്ളി ലെങ്തിലെ ഐ മീൻ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. എനിക്കിത് വേണ്ട. ഇത് ആക്ച്വലി എനിക്ക് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒന്ന് ചുരുക്കണം. അതായത് ക്വാർട്ടറിലേക്കായിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടോ അല്ലെങ്കിൽ ഇയർലി ആയിട്ടോ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ആദ്യം വേണ്ടത് റോസിലേക്ക് ഡാറ്റ ഇട്ടു, ഡേറ്റ് എന്നുള്ളത്. ശേഷം ഞാനിപ്പോൾ റവന്യൂ എടുത്തിട്ട് ഞാൻ വാല്യൂസിലേക്ക് ഇടുന്നു. ഇപ്പൊ ഇങ്ങനെ തന്നെ കിട്ടി. ഇനി എനിക്ക് ഈ ഒരു സഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, അതായത് ക്വാർട്ടർ വൈസോ അല്ലെങ്കിൽ മന്തിലേക്കോ കൺവേർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റിന്റെ റോസിൽ ഡേറ്റ് എന്ന കോളത്തിലുള്ള ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും ഗ്രൂപ്പും അൺഗ്രൂപ്പും. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തതിന് ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് അറ്റ് എൻഡിങ് ഡേറ്റ്, ഈ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഈ ഡാറ്റ പിക്ക് ചെയ്തതാണ്. 28-ാം തീയതിയാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, 29 സെപ്റ്റംബർ ആണ് എൻഡിങ് ഡേറ്റ് 2014. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്ത് വന്നു. ഇനി എനിക്ക് വേണ്ടത് ഇതെനിക്ക് ഇയേഴ്സും ക്വാർട്ടറിലേക്ക് മാറ്റണം. ഇയർ ഓപ്റ്റ് ചെയ്തു, ക്വാർട്ടർ ഓപ്റ്റ് ചെയ്തു, രണ്ടും ഓപ്റ്റ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ആ ഇയറിന്റെ കംപ്ലീറ്റ് ഡാറ്റ സമ്മറൈസ് ചെയ്തിട്ടുള്ളതാണ്, ക്വാർട്ടർ വൈസ് ഡീറ്റെയിൽസ്. ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അൺഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത് എനിക്ക് വേണ്ട ഇയർ മാത്രം മതി. ഓക്കെ പ്രസ് ചെയ്തു. ആകെ 2 ഇയർ ഉള്ളൂ, മൊത്തം ഡാറ്റ സമ്മറൈസ് ചെയ്ത് വന്നു. ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അൺഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ഗ്രൂപ്പിലേക്ക് പോകുന്നു. ഇനി ഇവിടെ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ മന്തും ഇയറും വെച്ചു. ഓക്കെ പ്രസ് ചെയ്തു. ആ മന്തും ഇയറും മാത്രം വന്നു. ആ ഇയർ തന്നെ നമുക്ക് പല രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ എനിക്ക് എവറി 200 ഡേയ്സ് അല്ലെങ്കിൽ എവറി 150 ഡേയ്സ് എത്ര സെയിൽ ഉണ്ടായി അറിയണം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് അത് ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്താൽ നമുക്ക് മാനുവലി ഇത് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഇത് ഏതായാലും കംപ്ലീറ്റ്ലി റിപ്പോർട്ടിന് വേണ്ടി ഇത് ഉണ്ടായിക്കോട്ടെ. അവിടെ താഴത്തുള്ളതും ഓരോന്നറിയാം, ആ ഒരു ക്രൈറ്റീരിയ. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കണ്ടില്ലേ, ഇത് ഇൻവിസിബിൾ ആയി കിടക്കുന്നത്, നമുക്ക് എഡിറ്റബിൾ അല്ല. ഇയേഴ്സിനോട് വെക്കുമ്പോൾ എഡിറ്റബിൾ അല്ല, ക്വാർട്ടറിൽ വെക്കുമ്പോൾ എഡിറ്റബിൾ അല്ല, മന്ത് വെക്കുമ്പോൾ എഡിറ്റബിൾ. പക്ഷെ ഡേയ്സ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റബിൾ ആയി. ഈ ഡേയ്സ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പർട്ടിക്കുലർ പീരീഡ് ഒരു സീക്വൻസിൽ എത്രമാത്രം സെയിൽ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയണം എവറി 200 ഡേയ്സ് എത്ര സെയിൽ ഉണ്ടായി എന്നുള്ളത് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ഡേറ്റ് വെച്ചിട്ട്. സോ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ബൈ ഡിഫോൾട്ട് 1 കാണിക്കുക. ഞാൻ 200 ആക്കുന്നു. ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. സോ ഇവിടെ കാണാൻ പറ്റും, സി കണ്ടില്ല ആ ഒരു ഫസ്റ്റ് 200 പീരീഡിൽ എത്ര സെയിൽ ഉണ്ടായി എന്നുള്ളത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. വീണ്ടും 200 ഉള്ള ഞാൻ എന്താക്കുന്നു 50 ഡേയ്സ് ആക്കുന്നു. സോ എവറി 50 ഡേയ്സ് ആ റേഞ്ച് വെച്ചിട്ട് ഇത്ര സെയിൽ ഉണ്ടായി. ഇതൊക്കെ മെയിനായിട്ട് ഈ ഗ്രൂപ്പിംഗ് ഓപ്ഷൻസ് മെയിനായിട്ട് ഉപയോഗിക്കുക ഈ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. എത്രമാത്രം എംപ്ലോയി ഇന്ന പീരീഡിൽ അട്രീഷൻ എത്രമാത്രം റിസൈൻ ചെയ്ത് പോയി എന്നൊക്കെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പം കാണിച്ചത് ആ ഗ്രൂപ്പിന്റെ കേസ് മാത്രം ഒന്ന് ചെയ്ത് നോക്കുന്നു പ്ലീസ്. അതായത് ഡേറ്റിന്റെ കേസ് മാത്രം. ഡേറ്റ് റോയിലൊക്കെ ഇടാം, ജസ്റ്റ് റോയിലൊക്കെ ഇടാം. എന്നിട്ട് അവിടെ നിങ്ങൾ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പും അൺഗ്രൂപ്പും ഉണ്ടാവും, ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അതിൽ നോക്കി നോക്കും. സെക്കൻഡ്സ്, മിനിറ്റ്, ഹവേഴ്സ് ഒന്നും ഞാൻ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ദീർഘം ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഡേയ്സും മന്തും ക്വാർട്ടറൊക്കെ നമുക്ക് ഉപകരിക്കാറ്. ഒന്ന് നോക്കി നോക്കുന്നു പ്ലീസ്. ഓക്കെ, ബാക്കിയാക്കി കിട്ടുന്നുണ്ടോ ഒന്ന് പറയണേ. ഗ്രൂപ്പിന്റെ മാത്രം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റവന്യൂ ഇട്ട് നോക്കൂ, കറക്റ്റ് കിട്ടും. കണ്ടില്ലേ? ഓക്കെ.
ഇതിൽ തന്നെയുള്ള ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ പ്രൊഡക്റ്റ് എടുത്ത് ജോഗ്രഫി എടുത്തുന്നു, റോസിലിടുന്നു. അതുപോലെ തന്നെ സെയിൽസ് റെപ്പ് എടുക്കുന്നു. ഞാനിപ്പോ സെയിൽസ് റെപ്പ് എടുത്ത് റോസിലേക്ക് ഇടുന്നു. സോ ആൻഡ് റവന്യൂ എടുത്തത് വാല്യൂസിലേക്ക് ഇടുന്നു. ഓരോരുത്തർക്ക് ബ്രിങ് ചെയ്ത റവന്യൂ, ഓരോരുത്തർ ജനറേറ്റ് ചെയ്ത റവന്യൂ ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണം. അതായത് ഗ്രാൻഡ് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ഓരോന്ന് കൊണ്ടുവന്നെന്ന് അറിയണം. അപ്പൊ വീണ്ടും എന്താക്കാം, നമ്മൾ റവന്യൂ എടുത്തിട്ട് ഇതിന്റെ താഴത്തേക്ക് ഇടാം, വാല്യൂസിന്റെ താഴത്തേക്ക് ഇടാം. അപ്പൊ 2 റവന്യൂ ഇവിടെ വന്നു. സം ഓഫ് റവന്യൂ 2. ഇവിടെയാണ് എനിക്ക് പെർസെൻറ്റേജ് വേണ്ടത് ഓൺ ഗ്രാൻഡ് ടോട്ടൽ. സോ ഈ സം ഓഫ് റവന്യൂയുടെ തൊട്ടടുത്തുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ഉണ്ടല്ലോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് ഉണ്ടാവും, ഓപ്റ്റ് ചെയ്യുക. ഈ ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഷോ വാല്യൂ ആസ്, ഈ ടാബിലേക്ക് വരാം. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് ഗ്രാൻഡ് ടോട്ടൽ. അതായത് ഇവിടെ കാണുന്ന ഓരോ വാല്യൂ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. എന്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടില്ല? ഗ്രാൻഡ് ടോട്ടൽ അഗെയിൻസ്റ്റ് ആയിട്ടില്ല. ഞാൻ ഓക്കെ പ്രസ് ഓട്ടോമാറ്റിക് ആണ് 100%. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അർജുൻ, അതായത് ഗ്രാൻഡ് ടോട്ടലിന്റെ ഇത്ര പെർസെന്റ് മൂപ്പർ കോൺട്രിബ്യൂട്ട് ചെയ്തു. എമൗണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം. കണ്ടില്ല, ഒരു ഡാഷ്ബോർഡ്, ഒരു പ്രസന്റേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഉപകരിക്കും. സെയിൽസ് ഡാറ്റ ഒക്കെ കൊടുക്കുമ്പോൾ ഡയറക്ട്ലി നമുക്ക് ഇതിന്റെ ഹെഡിങ് ഇവിടെ മാറ്റാൻ പറ്റും, പെർസെന്റേജ്. അതായത് റവന്യൂ ഒരു വട്ടം താഴത്തേക്ക് ഇടാം, ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക, വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് എടുക്കുക, ഷോ വാല്യൂ ആസ് പെർസെൻറ്റേജ് ഓഫ് ഗ്രാൻഡ് ടോട്ടൽ ഓപ്റ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചർ ചെയ്യും. ഇത് ഒരു ഹൈ ലെവൽ MIS ഡാഷ്ബോർഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്. എസ്പെഷ്യലി എക്സൽ ഒരു ബിഗിനേഴ്സ് ലെവലുള്ള ആൾക്കാരൊക്കെ. നിങ്ങൾക്ക് പിവോട്ടുകൾ ചെറിയൊരു ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് നോക്കിക്കോ, ഇത് വലിയൊരു ഡാറ്റാ ബേസാണ്. ഇത് നിങ്ങൾക്ക് അയച്ചു തന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം റെഫറൻസിന് വേണ്ടിയിട്ട്. ഇത് ഓൾമോസ്റ്റ് നോക്കി നോക്കൂ, 8000 സംതിങ് റോ ഐറ്റംസ് ഉണ്ട്. കോളം വൈസ് നോക്കുകയാണെങ്കിൽ A തൊട്ടിട്ട് ടിൽ S വരെ ഉണ്ട്. 19 കോളം ഉണ്ട് മൊത്തം. ഇത്രയും വലിയൊരു ഡാറ്റാബേസ് ഞാൻ സിംഗിൾ പിക്ചറിലേക്ക് കൺവേർട്ട് ചെയ്തു. റൈറ്റ്, ഇവിടെ കാണാൻ 2011 തൊട്ട് ഡാറ്റ ഉണ്ട്, 2014 വരെ അതവിടെ കാണിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ 2011 ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ ഡാഷ്ബോർഡ് മാറുന്നത് കാണാം. ഈ 11ന്റെ അണ്ടറിൽ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വേണം. സെപ്റ്റംബർ ഓപ്റ്റ് ചെയ്തു, ഒക്ടോബർ ആൻഡ് നവംബർ അത് മാത്രമാണ്. അതിന്റെ അണ്ടറിൽ നോർവേ മാത്രമാണ് ക്ലിക്ക് ചെയ്തു. ഒരു ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ചാർട്ട്, ഇന്ററാക്റ്റീവ് ചാർട്ട്. ഇതിന്റെ ചെറിയ ലെവൽ, ഇതിന്റെ ബേസ് ഞാൻ മനസ്സിലാക്കി തിരിച്ചുതരാം ഇപ്പം തന്നെ. നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറുള്ള കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് പിവോട്ട് ടേബിൾ ബേസ് കിട്ടിയ സ്ഥിതിക്ക് വളരെ എളുപ്പം ചെയ്യാൻ കേട്ടോ. നമുക്ക് എങ്ങനെ ഇത് പിവോട്ട് ടേബിൾ ത്രൂ ഉണ്ടാക്കിയത് ആക്ച്വലി. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. സോ ഈ ഒരു വലിയ ഡാറ്റാബേസ്, ഈ ഒരു കാണുന്ന ഇപ്പൊ ഡാറ്റാബേസ് എന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഇതാണ് ഞാൻ ഒരു ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിനെ ഞാൻ ഇതിലേക്ക് മാറ്റുന്നു, ഇതിലേക്ക് പിവോട്ട് ടേബിളിലേക്ക് മാറ്റുന്നു. ഇൻസേർട്ട്, ക്ലിക്ക് ഓൺ പിവോട്ട് ടേബിൾ, ഓക്കെ പ്രസ് ചെയ്തു. നേരത്തെ ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡിൽ കാണിച്ച ഒരു 6 ഡാഷ്ബോർഡ് ഉണ്ട്, 6 ക്രൈറ്റീരിയ കൊടുത്ത് സെറ്റ് ചെയ്തത്. എനിക്കിവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു 3 ക്രൈറ്റീരിയ കൊടുക്കും. ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രൊഡക്റ്റ് റോസിലേക്ക് കൊണ്ടുവന്നു, റവന്യൂ കൊണ്ടുവന്നു. ഇതൊരു ക്രൈറ്റീരിയ, അതായത് പ്രൊഡക്റ്റ് വൈസ് ടോട്ടൽ വാല്യൂ. ഇതാണ് ഒരു ക്രൈറ്റീരിയ എന്റെ മാനേജർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ രണ്ടാമത്തെ ക്രൈറ്റീരിയ വേറൊരു പിവോട്ട് ടേബിൾ കൊടുക്കണം. അതിന് നമ്മൾ വീണ്ടും പിവോട്ട് ടേബിൾ സെയിം സ്റ്റേജ് പോകേണ്ട ആവശ്യമില്ല, സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് പിവോട്ട് ടേബിൾ കഴ്സർ പ്ലേസ് ചെയ്യുക. ശേഷം ഇവിടെ കാണാം പിവോട്ട് ടേബിൾ അനാലിസിസ് എന്നുള്ള അഡീഷണൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം സെലക്ട് എൻറ്റയർ പിവോട്ട് ടേബിൾ, കോപ്പി ചെയ്യുന്നു ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു. ഒരു ഡ്യൂപ്ലിക്കേഷൻ വന്നു, പക്ഷെ ഇത് ആക്ച്വലി ഡ്യൂപ്ലിക്കേഷൻ പിവോട്ട് ടേബിൾ അല്ല, ടെംപ്ലേറ്റ് ആക്ച്വലി യുണീക്ക് ആണ്. അപ്പോൾ രണ്ടാമത്തേലാണ് ഞാനുള്ളത്. ജസ്റ്റ് അൺടിക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ക്രൈറ്റീരിയ കൊടുക്കുന്നു. ഓൾറെഡി ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ കൊടുത്തു, രണ്ടാമത്തെ പിവോട്ട് ഡിഫറെന്റ് ക്രൈറ്റീരിയ കൊടുക്കുന്നു. ഈ പ്രൊഡക്റ്റ് വൈസ് റോ എടുക്കുന്നു, പ്രൊഡക്റ്റ് വൈസ് അല്ല, ജോഗ്രഫിക്കൽ വൈസ് എത്ര റവന്യൂ ഉണ്ടെന്നല്ല, 2 ക്രൈറ്റീരിയ കൊടുത്തപ്പോൾ അവിടെ. ഇനി മൂന്നാമത്തെ ഒന്ന് കൊടുക്കുന്നു. വീണ്ടും ഏതെങ്കിലും എക്സിസ്റ്റിംഗ് പിവോട്ട് ടേബിൾ സെലക്ട് ചെയ്യുക, പിവോട്ട് ടേബിൾ അനാലിസിസ്, സെലക്ട് എൻറ്റയർ പിവോട്ട് ടേബിൾ, കോപ്പി ചെയ്തു ആൻഡ് പേസ്റ്റ് ചെയ്തു. ഇവിടെ വീണ്ടും ഞാൻ അൺടിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ എക്സാമ്പിൾ ജോഗ്രഫിക്കൽ വൈസിൽ എത്ര സെയിൽസ്മാൻ്റെ കൗണ്ട് ഉണ്ടെന്ന് അറിയണം. റോസിൽ കൊടുത്തു, സെയിൽസ്മാൻ എടുത്ത് കിട്ടും, ഇപ്പൊ അക്കൗണ്ട് കിട്ടി.
ഒരു 3 സെക്ഷനാണ്, റൈറ്റ്? 3 ഡിഫറെന്റ് ക്രൈറ്റീരിയ ആണുള്ളത്, ഓരോന്നിനും ഡിഫറെന്റ് ക്രൈറ്റീരിയ. ഇനി എനിക്കിത് ഒരു കോമൺ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഓരോ പ്യൂട്ടബിൾ സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ കാണുന്ന ഈ അഡീഷണലി ടാബ് ഉണ്ടല്ലോ, പ്യൂട്ടബിൾ അനാലിസിസ് എന്നുള്ള ടാബ്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്യൂട്ടബിളിന്റെ പേര് കാണിക്കും ബൈ ഡീഫോൾട്ട് ആയിട്ട്. ഇത് പ്യൂട്ടബിൾ 2 ആ കാണിക്കുന്നത്. 1 എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി ഡിലീറ്റ് ചെയ്തതാണ്, റൈറ്റ്? അപ്പം ഇതിന്റെ പേര് ഞാൻ കൊടുക്കുന്നു, എ, എൻ്റർ ചെയ്തു. നെക്സ്റ്റ് പ്യൂട്ടബിൾ ബി, പേരിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ കേട്ടോ, ബി എൻ്റർ ചെയ്തു. നെക്സ്റ്റ് പ്യൂട്ടബിൾ സി എൻ്റർ ചെയ്തു. അപ്പം ഇത് എ ഇവിടെ കാണാൻ പറ്റില്ലേ, ബി ആൻഡ് സി. അതിനുശേഷം ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പിവോട്ടബിൾ ഓപ്റ്റ് ചെയ്യാം. ഞാൻ എ എന്നുള്ള പിവോട്ടബിൾ ഓപ്റ്റ് ചെയ്ത് വെച്ചു. പിവോട്ടബിൾ അനാലിസിസ് എടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും ഇൻസേർട്ട് സ്ലൈസർ. ഈ ഇൻസേർട്ട് സ്ലൈസറാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തത് 2011-12 എന്നുള്ള ഒരു നോർവേ, കാനഡ എന്നുള്ള ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ കാണുന്ന ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡിൽ മുകളിലുള്ള ബട്ടൺ. ആ ബട്ടനാണ് ആക്ച്വലി ഇൻസേർട്ട് സ്ലൈസർ എന്ന ഓപ്ഷൻസ് വേണ്ടി വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ കാണുന്നത് ഇൻസേർട്ട് സ്ലൈസർ, ഏതൊക്കെ ബട്ടൺസാണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് വേണ്ടത് ഇവിടെ പ്രൊഡക്റ്റ് വൈസിൽ മാറണം, അല്ലെങ്കിൽ ഡേറ്റ് വൈസിൽ മാറണമെന്നായിരിക്കാം. സോ ഞാൻ പ്രൊഡക്റ്റ് ഓപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡേറ്റ് ഓപ്റ്റ് ചെയ്തു, എന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഓപ്റ്റ് ചെയ്തിട്ട് തന്നെ ആ ഡേറ്റിലേക്ക് വരും. ഞാൻ ഓക്കെ പ്രസ് ചെയ്തു, റെസ്പെക്റ്റീവ് ഡേറ്റിലേക്ക് മാറി. ഇനി ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡേറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ മാത്രം മാറുന്നത് കാണാൻ പറ്റും. അത് ഇവിടെ മാത്രം, ഇതൊന്നും മാറുന്നില്ല. കാരണം ഇവിടുന്ന് ഈ ഒരു എ എന്നുള്ള പിവോട്ടബിൾ നിന്ന് ആണ് ഈ ഒരു ബട്ടൺ ജനറേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് അത് മാത്രം മാറും. ഇത് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യണം, ബാക്കിയുള്ള ബിയും സിയും ഇതുമായിട്ട്. അതുകൊണ്ട് ഈ ബട്ടൺ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻസ്, ബി എന്നുള്ള പ്യൂട്ടബിൾ ഓപ്റ്റ് ചെയ്തു, സിയും ഓപ്റ്റ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ഇനി ഞാൻ ഓരോന്നും 1 by 1 സെലക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി മറ്റുള്ളതും മാറുന്നത് കാണാൻ പറ്റും. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. ഈ നെക്സ്റ്റ് ഒന്ന് ഇത് ക്ലോസ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ കാണുന്ന ഡാഷ്ബോർഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ പിവോട്ടബിൾ ഉണ്ടാക്കിയ ശേഷം ഫസ്റ്റ് പിവോട്ടബിൾ സെലക്ട് ചെയ്തു, ഇതിന് ഡാഷ്ബോർഡ് കാണാം. ഈ പിവോട്ടബിൾ അനാലിസിസ് തന്നെ ഇവിടെ കാണാൻ പറ്റും. പിവോട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ഈ ഒരു ബാർ ചാർട്ടാണ് വേണ്ടത്, ഓപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഫസ്റ്റ്, അത് ഈ എ എന്നുള്ളതിൻ്റെ ആണ് ഈ ഒരു ചാർട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇത് ഓപ്റ്റ് ചെയ്യുന്നു, ബി എന്നുള്ളതിന് പിവോട്ടബിൾ അനാലിസിസ്. ഇവിടെ ഇപ്പോൾ ഞാൻ പൈ ചാർട്ടിന് കൊടുക്കുന്നു, പൈ ചാർട്ട്. ഓക്കെ, അതും ഓപ്റ്റ് ചെയ്തു, രണ്ടാമത്തിന് കൊടുത്തു. ഇനി മൂന്നാമത്തെ സെലക്ട് ചെയ്യുന്നു, പിവോട്ടബിൾ അനാലിസിസ്, പിവോട്ട് ചാർട്ട്. ഇത് ഞാൻ ലൈൻ ഗ്രാഫ് കൊടുക്കുന്നു. ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഞാൻ ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു, സ്ലൈസർ എന്നുള്ള ബട്ടൺ. ഫസ്റ്റ് പിവോട്ടബിൾ ഓപ്റ്റ് ചെയ്തു, പിവോട്ടബിൾ അനാലിസിസ്, ഫിൽറ്ററിന്റെ ഗ്രൂപ്പിൽ കാണാൻ പറ്റും, ഇൻസേർട്ട് സ്ലൈസർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ പ്രാവശ്യം പ്രൊഡക്റ്റ് ഓപ്റ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റ്. ഇനി ഞാൻ കണക്ട് ചെയ്യുന്നു, ബാക്കിയുള്ള പിവോട്ടബിൾ ആയിട്ട് കണക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിപ്പോർട്ട് കണക്ഷൻസ്, ബിയും സിയും. എ ഓൾറെഡി ടിക്ഡ് ആണ്, കാരണം എ എന്നാണ് ഈ സ്ലൈസർ കണക്ട് ഓപ്റ്റ് ചെയ്തത്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഞാൻ ഹാർഡ്വെയർ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി മാറുന്നത് കാണാം. ഇതാണ് നേരത്തെ കാണിച്ചതിന്റെ ലോജിക്. മറ്റേത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് മാത്രം വേറെതിലേക്ക്. ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ, ആദ്യം ചെയ്യേണ്ടത് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നു. ആദ്യം ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക, വേറെതിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട്. ആ സെലക്ട് ചെയ്യുന്ന രീതിയാണ് എക്സിസ്റ്റിംഗ് ആയതും പിവോട്ടബിൾ ഓപ്റ്റ് ചെയ്യുക, പിവോട്ടബിൾ അനാലിസിസ്, സെലക്ട് എൻ്റെ പിവോട്ടബിൾ. ഇത് സെലക്ട് ആവും, കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ് ചെയ്യുക, Ctrl+C ആൻഡ് Ctrl+V. എന്നിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് ക്രൈറ്റീരിയ കൊടുക്കാം, തേർഡ് വണ്ണിന് ഒരു ക്രൈറ്റീരിയ കൊടുക്കാം. ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ ചെറിയൊരു ക്രൈറ്റീരിയസ് കൊടുത്ത് സെറ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം പ്ലീസ്. ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞു ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഈ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചു ഒന്ന് നോക്കുന്നു. ഐ മീൻ വർക്ക് ചെയ്യുന്നവരൊന്ന് ഈ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെക്കും പ്ലീസ്. സിമ്പിൾ ക്രൈറ്റീരിയ.
Yeah. അൽത്താഫ്, എനിക്കൊരു ചെറിയ പ്രശ്നം വരുന്നത്, ഞാൻ ഈ പിവോട്ട് ടേബിൾ ആദ്യമേ തന്നെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഈ ഡേറ്റ്, സെയിൽസ്, ജോഗ്രഫി, പ്രൊഡക്റ്റ്, അതിന് പകരം കോളം 1, കോളം 2, കോളം 3, കോളം 4, കോളം 5 ആ വരുന്നത്. എങ്ങനെയാണ് ആ കോളം മാറ്റിയ ഡേറ്റും ആ സെലക്ഷൻ വരുന്നത്? എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പിവോട്ട് ടേബിൾ ആദ്യമേ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ഈ മേളത്തെ ടാബുകളിലുള്ളത് ഇതല്ലേ നമ്മുടെ ഷീറ്റ് ഒറിജിനൽ ഡേറ്റയ്ക്കുള്ളത്, ഡേറ്റ്, സെയിൽസ്, റെപ്പ് അതെല്ലാണല്ലേ. അപ്പൊ എനിക്ക് ഫോർ സം റീസൺ ഇറ്റ് ഈസ് ഷോയിങ് കോളം, ഞാനത് മറ്റത്തിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ കോളം 1, കോളം 2, കോളം 3, കോളം 4, കോളം 5 വരുന്നത് പിവോട്ട് ടേബിൾ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ഡേറ്റ്, സെയിൽസ്, റെപ്പ്, ജോഗ്രഫി, പ്രൊഡക്റ്റ്, റവന്യൂ എന്ന് അത് ആക്ച്വലി എന്താ സംഭവിച്ചത് അറിയോ? നിങ്ങൾ കൺവേർട്ട് ചെയ്തല്ലോ, അതായത് നമ്മുടെ ഇതിലേക്ക്, അതായത് ഞാൻ കാണിച്ചത് എന്താ സംഭവിച്ചെന്നുള്ളത്. ഇപ്പൊ ടേബിളൊക്കെ കൺവേർട്ട് ചെയ്യല്ലോ ഇങ്ങനെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ റിമൂവ് ചെയ്യട്ടെ. സി, ഞാൻ അവിടെ ടേബിളൊക്കെ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ചെയ്തപ്പോ നിങ്ങൾ എന്താക്കി, ഇതില്ലേ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് അൺടിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനല്ലോ ഒന്ന്. ഓക്കെ, ടിക്ക് ചെയ്യണ്ട, ടിക്ക് ചെയ്താൽ മതി കേട്ടോ. സോ ചെറിയൊരു ക്രൈറ്റീരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ, ഡിഫറെന്റ് പിവോട്ട് ടേബിൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഏതെങ്കിലും സെൽ സെലക്ട് ചെയ്യുക, ക്രൈറ്റീരിയ ഉണ്ടാക്കിയ ശേഷം പിവോട്ട് ടേബിൾ അനാലിസിസ്, സെലക്ട്, എൻ്റർ പിവോട്ട് ടേബിൾ. സെലക്ട് ഉദ്ദേശിക്കുന്ന പിവോട്ട് ടേബിൾ അനാലിസിസിന്റെ ടാബിൽ തന്നെ കാണാൻ പറ്റും ആക്ഷൻ എന്നുള്ള ഗ്രൂപ്പ്. അതിൽ സെലക്ട് എന്ന റിബൺ ഉണ്ടാവും, എൻ്റർ പിവോട്ട് ടേബിൾ. അപ്പോൾ സെലക്ട് ആവുന്നത് കോപ്പി ചെയ്യുക, Ctrl+C and Ctrl+V. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടാക്കാം നമുക്കൊന്ന്. ഇവിടെ എന്താക്കുക, അൺടിക്ക് ചെയ്യുക, സെക്കൻഡ് വൺ. ഇനി ഇവിടെ പുതിയ ക്രൈറ്റീരിയ കൊടുക്കാം. ജിയോഗ്രഫി എടുത്തിട്ട് റോസിലേക്ക് ഇടുന്നു, റവന്യൂ എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു. അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ മാത്രം. ഇതെങ്ങനെ ഇന്റർകണക്ട് ചെയ്യാൻ നോക്കാം, ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് ആയിട്ട്. അതിന്റെ മുന്നേ ഈ ഓരോന്നിനും നമുക്കൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇതിനാ ഫസ്റ്റ് ചാർട്ട് വേണ്ടത്. ഇത് ഓപ്റ്റ് ചെയ്തു, ഇൻസേർട്ട്, പിവോട്ട് ടേബിൾ അനാലിസിസ്, പിവോട്ട് ചാർട്ട്. ഞാൻ പൈ ചാർട്ട് ഓപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഇത് ഓപ്റ്റ് ചെയ്ത് സെക്കൻഡ് പിവോട്ട് ടേബിൾ ഓപ്റ്റ് ചെയ്തു. അതിന്റെ പേര് പിവോട്ട് ടേബിൾ 6 എന്ന് കാണിക്കുന്നത്, കാരണം ഇതിന് പേര് നേരത്തെ ഇത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് രണ്ടൊരു ഇത് പേര് കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ബി കൊടുക്കും. ഓക്കെ, ഇതിനൊരു ചാർട്ട് വേണം, പിവോട്ട് ചാർട്ട്, കോളം വൈസ് ഓപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ഇത് ഇന്റർകണക്ട് ചെയ്യണം. ഇന്റർകണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ബട്ടൺ വേണം, അതാണ് സ്ലൈസർ. സോ സ്ലൈസർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് പിവോട്ടിന് മേലെ കഴ്സർ പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് ഇതിന്റെ മേലെ എന്റെ മേലെ കഴ്സർ പ്ലേസ് ചെയ്തു. പിവോട്ട് ടേബിൾ അനാലിസിസ്, ഇൻസേർട്ട് സ്ലൈസർ, ഫിൽട്ടർ എന്നുള്ള ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റിപ്പോർട്ട് കണക്ഷൻസ് ബി എന്നുള്ള ആ ഒരു എക്സിസ്റ്റിംഗ് പിവോട്ടിലായിട്ട് കണക്ട് ചെയ്യണം. ഓപ്റ്റ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തു. ഹാർഡ്വെയർ ക്ലിക്ക് ചെയ്തു. ചെയ്യണം. ഓട്ടോമാറ്റിക്കലി താഴത്തുള്ള ഗ്രാഫും കാര്യങ്ങളൊക്കെ മാറുന്ന കാണാൻ പറ്റും. ഏത് രീതിയിലും മാറാം. അപ്പൊ കാണിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടോ. നോ ഇഷ്യൂ. ഇന്റർകണക്ട് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായും കാണിച്ചു തരാം. മെസ്സേജ് ഞാൻ മിസ്സായി പോയി. ഇതിപ്പം ചാർട്ട് ഇൻസേർട്ട് ചെയ്തും ഡ്യൂപ്ലിക്കേഷൻസ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇന്റർകണക്ട് ചെയ്യണം. ഇന്റർകണക്ട് കിട്ടണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ, സ്ലൈസർ എന്ന ഓപ്ഷൻ കിട്ടണമെങ്കിൽ എക്സിസ്റ്റിംഗ് പിവോട്ടുകളെ കഴ്സർ പ്ലേസ് ചെയ്യാം, സെലക്ട് ചെയ്യാം, പിവോട്ട് ടേബിൾ അനാലിസിസ് എടുക്കാം. ഇവിടെ കാണാൻ പറ്റും ഇൻസേർട്ട് സ്ലൈസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ നിങ്ങളുടെ സിസ്റ്റത്തിൽ? ചോദിച്ചാൽ ഇൻസേർട്ട് സ്ലൈസർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള, ഫോർ എക്സാമ്പിൾ ജിയോഗ്രഫിയാണ്, ജിയോഗ്രഫി ഓപ്റ്റ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ആ എക്സിസ്റ്റിംഗ് സ്ലൈസറിന്റെ മുകളിൽ കഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റിപ്പോർട്ട് കണക്ഷൻസ് എടുക്കാം. ബി നെക്സ്റ്റ് പിവോട്ട് ടേബിൾ കാണാൻ പറ്റും. ഇത് കാണുന്നുണ്ടോ? ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ആ സെയിം കോൺസെപ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ട്. ഇതിലിപ്പം
കുറച്ച് മുന്നേ കാണിച്ച വി ലുക്കപ്പ് അതുപോലെ ലുക്കപ്പ് പിവോട്ട് ടേബിൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നോ ഇഷ്യൂ. So actually,